ആഡംബര MPV ശ്രേണിയിലേക്ക് വെൽഫെയറിനെ അവതരിപ്പിക്കുന്ന തീയതി പുറത്തുവിട്ട ടൊയോട്ട വാഹനത്തിന്റെ അവതരണത്തെക്കുറിച്ച് നിരവധി ഊഹാപോഹങ്ങൾ നിലനിൽക്കുന്നതിനിടയിലാണ് ഇപ്പോൾ കമ്പനി തന്നെ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടുള്ളത്. 2020 ഫെബ്രുവരി 26 വാഹനത്തെ വിപണിയിൽ അവതരിപ്പിക്കുമെന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത്. ഒരുപിടി പ്രീമിയം ഫീച്ചറുകൾക്ക് ഒപ്പം ഹൈബ്രിഡ് എഞ്ചിൻ കരുത്തിലാകും വാഹനം വിപണിയിലെത്തുക. അടുത്തിടെ വാഹനം ഡീലർഷിപ്പുകളിൽ എത്തിച്ചതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെ വാഹനമുടൻ വിപണിയിൽ എത്തുമെന്ന വാർത്തകൾ പുറത്തായത്. ടൊയോട്ട വെൽഫെയർ പൂർണ്ണമായും കംപ്ലീറ്റ്ലി ബിൽറ്റ് യൂണിറ്റായാകും ഇന്ത്യയിലേക്ക് എത്തുക. പ്രതിവർഷം 2500 വാഹനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ കമ്പനിക്ക് സാധിക്കും. ടൊയോട്ടയുടെ നിരയിൽ നിന്നുള്ള ആഡംബര വാഹനമാണ് വെൽഫെയർ. 2018 കഴിഞ്ഞ ഡൽഹി ഓട്ടോ എക്സ്പോയിൽ ടൊയോട്ട പ്രദർശിപ്പിച്ച ആൽഫോർഡ് എന്ന MPV അടിസ്ഥാനമാക്കി ഒരുങ്ങിയ വാഹനമാണ് വെൽഫെയർ. അല്പം സ്പോർട്ടി ഭാവത്തിലാണ് ഈ വാഹനം നിരത്തിലെത്തിയത്. സ്പ്ലിറ്റ് LED ഹെഡ്ലാമ്പ്, ത്രികോണാകൃതിയിലുള്ള ഫോഗ് ലാമ്പ്, ഡേ ടൈം റണ്ണിംഗ് ലാമ്പുകൾ, പുതുക്കിയ ഫ്രണ്ട് ബമ്പർ, വലിയ ഗ്രിൽ എന്നിവയാണ് വാഹനത്തിന്റെ മുൻവശത്തെ മനോഹരമാക്കുന്നത്. അകത്തളത്തിലും നിരവധി സവിശേഷതകൾ പ്രതീക്ഷിക്കാം. ബ്ലാക്ക് ആൻഡ് വുഡൻ ഫിനിഷിലാണ് ഇന്റീരിയർ ഒരുക്കിയിട്ടുള്ളത്. യാത്രാസുഖത്തിനും സൗകര്യങ്ങൾക്കും മുൻതൂക്കം നൽകി നിർമ്മിച്ചിരിക്കുന്ന വെൽഫെയർ വിവിധ സീറ്റ് കോൺഫിഗറേഷനുകളിൽ ലഭ്യമാണ്. അഡ്ജസ്റ്റ് ചെയ്യാവുന്ന സീറ്റുകൾ, 3 സോൺ AC, 360 ഡിഗ്രി സറൗണ്ട് വ്യൂ ക്യാമറ, വയർലെസ് ചാർജർ, ക്യാപ്റ്റൻ സീറ്റ്, മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ എന്നിവയാണ് സവിശേഷതകൾ. 2.5 ലിറ്റർ പെട്രോൾ ഹൈബ്രിഡ് എഞ്ചിനായിരിക്കും വെൽഫെയറിന്റെ കരുത്ത്. ഈ എഞ്ചിൻ 178 bhp കരുത്തും 235 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കും. 143 bhp കരുത്ത് പകരുന്ന ഇലക്ട്രിക് മോട്ടോർ പതിപ്പും വെൽഫെയറിൽ പ്രതീക്ഷിക്കാം. CVT ട്രാൻസ്മിഷൻ വഴിയാണ് എല്ലാ വീലിലേക്കും കരുത്തേകുക. പൂർണ്ണമായി വിദേശത്ത് നിർമ്മിച്ച ഇറക്കുമതി വഴിയാണ് വെൽഫെയർ ഇന്ത്യയിലെത്തുക. വിദേശത്ത് നിരവധി സീറ്റിംഗ് ഓപ്ഷനിൽ വെൽഫെയർ ലഭ്യമാണെങ്കിലും 6 സീറ്റർ വകഭേദമായിരിക്കും ഇന്ത്യയിലെത്തുക. വാഹനം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വിപണിയിൽ അവതരിപ്പിക്കുമ്പോൾ മാത്രമേ ലഭ്യമാവുകയുള്ളൂ. മെർസിഡീസ് ബെൻസ് 5 ക്ലാസ്, അടുത്തിടെ വിപണിയിലെത്തിയ കിയയുടെ കാർണിവൽ MPV എന്നിവരാകും വെൽഫെയറിന്റെ മുഖ്യ എതിരാളികൾ. രാജ്യത്ത് ഇറക്കുമതി ചെയ്യുന്ന വാഹനങ്ങളുടെ പ്രാദേശിക സർട്ടിഫിക്കേഷൻ വ്യവസ്ഥകളിൽ നടപ്പാക്കിയ മാറ്റം പ്രയോജനപ്പെടുത്തിയാണ് വെൽഫെയറിനെ ടൊയോട്ട ഇന്ത്യയിൽ എത്തിക്കുന്നത്. ഉൽപാദന രാജ്യത്ത് സർട്ടിഫിക്കേഷൻ ലഭിച്ച വാഹനങ്ങളുടെ 2500 യൂണിറ്റുകൾ വരെ ഇന്ത്യയിൽ വിൽക്കാൻ പ്രത്യേക ഹോമോലോഗേഷൻ ആവശ്യമില്ലെന്ന് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. രൂപത്തിൽ ആൽഫാർഡിന് സമാനമാണ് വെൽഫെയർ. 7 സീറ്റർ ആഡംബര വാനാണ് ടൊയോട്ട ആൽഫാർഡ്.